ആ ഭഗവാൻ വസിക്കുന്നത് പറഞ്ഞു. എള്ളിൽ എണ്ണ പോലെ, തിലത്തിലെ തൈലം പോലെയാണ്, പൂക്കളിൽ സുഗന്ധം പോലെയും, ദുഗ്ധമധ്യേപി സർപ്പി, പാലിൽ വെണ്ണ പോലെ. ഇതൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവം ആകുന്നതല്ല. പാലിൽ വെണ്ണയുണ്ട് എന്ന് പറഞ്ഞാലും പാൽ എത്ര എടുത്ത് നമ്മൾ നോക്കിയാലും അതിൽ വെണ്ണ കാണാൻ കഴിയില്ല. ഒരു പ്രക്രിയയിൽ കൂടിയിട്ട് അത് കടന്നു പോകുമ്പോൾ മാത്രമാണ് പാല് ചൂടാക്കുന്നു, അതിനെ വീണ്ടും തണുപ്പിച്ച് അതിൽ ഉറ വീഴ്ത്തി അതിനെ തൈരാക്കി മാറ്റി പിന്നീട് അത് കടഞ്ഞെടുക്കുമ്പോഴാണ് ആ പാലിൽ നിന്നും അല്ലെങ്കിൽ പാലിന്റെ ഉപ ഉൽപ്പന്നമായിട്ടുള്ള തൈരിൽ നിന്നും വെണ്ണ നീങ്ങിക്കിട്ടുക. അപ്പൊ ഇവിടെ സർവാന്തര്യാമിയായി സർവവ്യാപിയായി വർത്തിക്കുന്നതായ ആ ചൈതന്യത്തെ നമുക്ക് അനുഭവമാവണമെങ്കിൽ എന്തു വേണം? അതിന് തപസ് ചെയ്യണം. തപസ് കൂടിയേ തീരൂ എന്നാണ്. ഇവിടെ ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ദക്ഷ പ്രജാപതി ശിവപൂജ ആരംഭിച്ചു ആണ്. അതിനു വേണ്ടിയിട്ട് പ്രതിഷ്ഠ ചെയ്ത്, ശിവലിംഗ പ്രതിഷ്ഠയെ ചെയ്ത്, ഇപ്പം നമ്മളൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ പൂർവീകർ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ, ഈ ലോകജീവിതത്തിൽ നമുക്ക് വേണ്ടതായ ഭൗതികമായ പല ലാഭങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് എന്നാണ്, വിദ്യ, ധനം, ഇതെല്ലാം തന്നെ വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് പൂർവീകമായിട്ട് ദേവതാ ഉപാസനകളെ ചെയ്യുന്നു പോന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഇവിടെയും ദക്ഷൻ ശിവഭജനം ചെയ്യാൻ ആരംഭിച്ചു, ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് പൂജ ചെയ്യാൻ ആരംഭിച്ചു. ആ തപസ്സിന്റെ ഫലമായിട്ട്, അത് വളരെ കഠിനമായിട്ടുള്ള തപസ്സായിരുന്നു എന്നിവിടെ പറഞ്ഞു. വർഷകാലേ ജലേ സ്ഥിത്വാ ഹേമന്തേ ഹിമമധ്യേ ഗ്രീഷ്മേ പഞ്ചാഗ്നി മധ്യസ്ഥോ. വർഷകാലത്തിൽ ജലത്തിൽ നിന്നുകൊണ്ടായിരുന്നു തപസ്. ഹേമന്ത ഋതുവിൽ തണുത്തുറഞ്ഞതായ ജലം, ചുറ്റും മഞ്ഞ് നിറഞ്ഞ ആ തണുത്തുറഞ്ഞ ജലത്തിൽ നിന്നുകൊണ്ടായിരുന്നു. ഗ്രീഷ്മകാലത്തിലാവട്ടെ ചുറ്റും അഗ്നി ജ്വലിപ്പിച്ച് അതിന്റെ നടുവിൽ നിന്നുകൊണ്ടായിരുന്നു തപസ്. ഇത്തരത്തിലുള്ള അതികഠിനമായിട്ടുള്ള തപസ്സിന്റെ ഫലമായി ആ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദക്ഷന് ദർശനം നൽകി. പ്രാദുരാസി തഥാശംഭു ദക്ഷായ ബ്രഹ്മസൂനവേ ആരുഹ്യ ശാക്വരം ദിവ്യം നാനാലങ്കാരമണ്ഡിതം. വ്യത്യസ്തങ്ങളായ അലങ്കാരങ്ങളോടുകൂടി ശോഭിക്കുന്നതായ ആ ഭഗവാന്റെ രൂപം വൃഷഭാരൂഢനായിട്ട് അങ്ങനെ ദക്ഷന് ദർശനം ലഭിച്ചു. ആ ഭഗവാന്റെ ചുറ്റുമായിട്ട് ഗന്ധർവന്മാരും കിന്നരന്മാരുമൊക്കെ സ്തുതിക്കുന്നതായിട്ട് ആ ദക്ഷൻ കാണുന്നു. സാഷ്ടാംഗം നമസ്കരിച്ചു. സ്തുത്വാ സ്തോത്രശതൈ ദിവ്യൈ പ്രണനാമ പുനഃപുന. സ്തുതിച്ചു, നമസ്കാരം ചെയ്തു, സ്തുതിച്ചു. ആ ദക്ഷന്റെ സ്തുതിയെല്ലാം ഏറ്റുവാങ്ങിയിട്ടാണ് ഭഗവാൻ പറഞ്ഞാണ്, ദക്ഷതേ സുപ്രസന്നോഹം വരം വരയ വാഞ്ചിതം. എന്താണ് അങ്ങേക്ക് വരം വേണ്ടത്? ചോദിച്ചോളൂ എന്നിങ്ങനെ ഭഗവാൻ പറയുന്ന സമയത്ത് ആ ദക്ഷൻ പ്രാർത്ഥിക്കുകയാണ്. ദേവദേവ മഹാദേവ ശരണാഗത വത്സല സർവൈശ്വര്യേണ സമ്പന്ന ശംഭോ ഭോ വ്യോമമധ്യക ഭൂമ്യന്തരിക്ഷ സ്വർഗാണാം പാതാളാനാം വിശേഷത ബ്രഹ്മവിഷ്ണുവാദിലോകാനാം ആധിപത്യം പ്രയച്ഛമേ. അവിടുന്ന് ശരണാഗത വത്സലനാണ്. അവിടുന്ന് അനുഗ്രഹിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടതായ വരം, സ്വർഗം, പാതാളം, ബ്രഹ്മലോകം, വിഷ്ണുലോകം, ഈ ലോകങ്ങളുടെയെല്ലാം ആധിപത്യം എനിക്ക് പ്രദാനം ചെയ്താലും ഈ ലോകങ്ങളിലുള്ളവരൊക്കെ എന്റെ ആജ്ഞാനുവർത്തികളായിട്ട് തീരണം. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പൂർണ്ണപൂജ്യനായി തീരണം. എവിടെ എത്തിയാലും എന്നെ
എല്ലാവരും സ്വീകരിക്കണം, എന്നെ ബഹുമാനിക്കണം, ആദരിക്കണം. ഞാൻ അവിടുത്തെ അല്ലാതെ മറ്റാരെയും ഭജിക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ എന്നെ ഭജിക്കണം. എനിക്ക് അനേകം പുത്രന്മാരുണ്ടാവണം എന്നൊക്കെ ഇവിടെ പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ ദക്ഷൻ പറയുന്ന മറ്റൊരു കാര്യം, എനിക്ക് പുത്രീരൂപത്തിൽ വരുന്ന ദക്ഷപുത്രിയായിട്ടാണ് സതി, ആ പരാശക്തി സതിയായിട്ട് അവതരിക്കുകയും ആ സതിയെ അവിടത്തേക്ക് വിവാഹം ചെയ്തു തരാം എന്നിങ്ങനെ ദക്ഷൻ പ്രാർത്ഥിക്കുന്നു. വരങ്ങളൊക്കെ നേടി ഭഗവാൻ അന്തർധാനം ചെയ്തു. ദക്ഷൻ അവിടുന്ന് മടങ്ങുകയും ചെയ്തു. വീണ്ടും ദക്ഷൻ മടങ്ങി തന്റെ പിതാവിന്റെ അടുത്ത്, ബ്രഹ്മാവിന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. എന്നിട്ടാണ് ദക്ഷൻ ആവശ്യപ്പെടുന്നത്, എനിക്ക് വളരെ ഭംഗിയുള്ള ഒരു ഇടം വസിക്കാൻ വേണ്ടിയിട്ട് ഒരു നഗരം നിർമ്മിച്ചു തരണം. അങ്ങനെയാണ് ബ്രഹ്മാവ് ദക്ഷന്റെ ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അത്ഭുതാവഹമായിട്ടുള്ള ഒരു ഇടം നിർമ്മിച്ച്, ഒരു പുരി നിർമ്മിച്ച് അവിടെ ദക്ഷൻ വസിക്കാൻ ആരംഭിക്കുകയാണ്. അപ്പൊ എല്ലാവരും തന്നെ ആ ശ്രീപരമേശ്വരന്റെ അനുഗ്രഹം ലഭിച്ച ആളാണ് ദക്ഷൻ. ദിക്പാലകന്മാരാവട്ടെ, അതുപോലെ തന്നെ മറ്റ് ദേവന്മാർ ദേവഗുരുവായിട്ട് ബൃഹസ്പതിയോടുകൂടിയിട്ടും, അസുരന്മാരാവട്ടെ അസുരഗുരുവായിട്ടുള്ള ശുക്രനോടുകൂടിയിട്ടും ഒക്കെ അവിടെ എത്തിച്ചേർന്നു. ആ ദക്ഷനെ വളരെയധികം ആദരവോടുകൂടിയിട്ട് സ്വീകരിച്ചു, സ്തുതിച്ച് സന്തോഷിപ്പിച്ചു. പിന്നീടാണ് ദക്ഷൻ വിവാഹം ചെയ്തു എന്നും ഇവിടെ പറയുന്നു. ദക്ഷ പ്രജാപതിക്ക് പത്നിയായി വന്നത് ബ്രഹ്മപുത്രിയായിട്ടുള്ള വേദവല്ലി എന്നുള്ള ആ അങ്കനെയാണ് വിവാഹം ചെയ്തത്. എന്നാൽ മറ്റു പുരാണങ്ങളിൽ വീരിണി എന്ന പത്നിയായിട്ടാണ് പറയുക. അങ്ങനെ പേരുകൾക്കൊക്കെ ചിലപ്പം അല്പസ്വല്പം വ്യത്യാസങ്ങൾ കാണാം. അത് മാത്രമല്ല, ദക്ഷൻ ശിവനിന്ദ ചെയ്ത് തന്റെ ശരീരത്തെ വിട്ട ശേഷം വീണ്ടും മറ്റൊരു ജന്മം സ്വീകരിക്കുന്നതായിട്ട് കാണാം. പ്രജേതസ്സുകളുടെ പുത്രനായി പ്രാജേരസ ദക്ഷൻ എന്ന പേരിൽ അവിടെയും ദക്ഷൻ വീണ്ടും യാഗം ചെയ്യുന്നതായിട്ടും ഒക്കെ ഉള്ള കഥകളെ പുരാണങ്ങളിൽ പറയും. ഇവിടെ തന്റെ ആ ഗാർഹസ്ഥ്യത്തെ ആരംഭിക്കുന്നതായ ദക്ഷൻ സങ്കല്പസൃഷ്ടി, മനസ്സുകൊണ്ട് സൃഷ്ടിക്കുകയാണ്. സങ്കല്പം കൊണ്ട് ആദ്യം തന്നെ അനേകം പുത്രന്മാരെ, പുത്രസഹസ്രത്തെ സൃഷ്ടിച്ചു എന്നാണ്. അവരൊക്കെ നാമകരണമൊക്കെ ചെയ്തു. എന്നിട്ടാണ് തന്റെ പുത്രന്മാരോട് ദക്ഷൻ പറയുന്നത്, നിങ്ങൾ തപസ് ചെയ്യണം. തപസ് ചെയ്തിട്ട് വരങ്ങളൊക്കെ നേടി മടങ്ങി വരിക, എന്നിട്ട് എന്നെ സൃഷ്ടിയിൽ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുത്രന്മാരെ അയച്ചത്. ദക്ഷപുത്രന്മാർ തപസ്സിനായിട്ട് പോവുകയും മാനസസരസ്സിൽ എത്തിച്ചേർന്നു. അവിടെ സ്നാനം ചെയ്തു. ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അതികഠിനമായിട്ടുള്ള തപസ് ആരംഭിക്കുകയും, അപ്പോഴാണ് ഈ ദക്ഷപുത്രന്മാർ തപസ് ചെയ്യുന്ന ഇടത്ത് ശ്രീനാരദ മഹർഷി എത്തിച്ചേർന്നു. വേഗം തന്നെ അവർ, ഈ ദക്ഷപുത്രന്മാർ, ശ്രീനാരദനെ സ്വീകരിച്ചു. പ്രണമ്യ കുശലം പൃഷ്ട്വാ സർവതേ പ്രീതിമായയു. അപ്പൊ ആ പുത്രന്മാരോട് ചോദിക്കുകയാണ് ശ്രീനാരദൻ, കിമർത്ഥം തപ്യതേ ഘോരം തപോ യുഷ്മാഭിരത്രഹി. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്നത്? അപ്പൊ അവർ പറഞ്ഞു, സൃഷ്ടി സാമർഥ്യം അസ്മാകം ജഗതാം സംഭവിത്യുതി. ഞങ്ങൾക്ക് സൃഷ്ടികർമ്മങ്ങളെ ചെയ്യാനുള്ള സാമർഥ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്.
അതിനായിട്ടാണ് അച്ഛൻ ഞങ്ങളെ തപസ്സിനായിട്ട് അയച്ചിട്ടുള്ളത്.